എല്ലാവർക്കും ബ്രെയിനി ബ്രൈറ്റ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th പ്രിലിംസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് റിലേറ്റഡ് ഫാക്ട്സുമാണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: പഴശ്ശി കലാപം പ്രമേയമാക്കി കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത് എന്താണ്? പഴശ്ശി കലാപം പ്രമേയമാക്കിയ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത് ആരാണ്? MT വാസുദേവൻ നായർ. ആരാണ്? MT വാസുദേവൻ നായർ. എന്നാൽ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രം സംവിധാനം ചെയ്തത് ആരാണ്? ഹരിഹരൻ. ആരാണ്? ഹരിഹരൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരം. ഏതാണ്? തിരുവനന്തപുരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: തുവയൽ പന്തികൾ എന്നറിയപ്പെട്ട കൂട്ടായ്മ സ്ഥാപിച്ചതാര്? ആരാണ്? വൈകുണ്ഠസ്വാമി. എന്താണ്? വൈകുണ്ഠസ്വാമി. തുവയൽ പന്തികൾ വൈകുണ്ഠസ്വാമി. അടുത്ത ക്വസ്റ്റ്യൻ: സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിൻ്റെ കർത്താവ്. സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിൻ്റെ കർത്താവ് ആരാണ്? അയ്യത്താൻ ഗോപാലൻ. ആരാണ്? അയ്യത്താൻ ഗോപാലൻ. അടുത്ത ക്വസ്റ്റ്യൻ: അമൃതവാണി, പ്രബുദ്ധ കേരളം എന്നീ മാസികകൾ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? ഏതൊക്കെയാണ്? അമൃതവാണി, പ്രബുദ്ധ കേരളം എന്നീ മാസികകൾ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? ആരുടേതാണ്? ആഗമാനന്ദ സ്വാമി. ആരാണ്? ആഗമാനന്ദ സ്വാമി. അടുത്ത ക്വസ്റ്റ്യൻ: ദേശസേവികാ സംഘം സ്ഥാപിച്ചതാര്? ദേശസേവികാ സംഘം സ്ഥാപിച്ചതാര്? ആരാണ്? അക്കാമ്മ ചെറിയാൻ. ആരാണ്? അക്കാമ്മ ചെറിയാൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത്? എന്താ? സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാണ്? അയ്യങ്കാളി. ആരാണ്? അയ്യങ്കാളി. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ ആരാണ്? ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ AK ഗോപാലൻ. ആരാണ്? AK ഗോപാലൻ. അടുത്ത ക്വസ്റ്റ്യൻ: കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 966 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതാണ്? ഫറൂഖ് പാലക്കാട്. ഏതാണ്? ഫറൂഖ് പാലക്കാട്. അതേപോലെ കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാതയാണ് NH 966B. ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത NH 966B. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: മണിയാർ സ്ഥിതി ചെയ്യുന്ന ജില്ല. മണിയാർ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പത്തനംതിട്ട. ഏതാണ്? പത്തനംതിട്ട. അടുത്ത ക്വസ്റ്റ്യൻ: ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യ മിനി ജലവൈദ്യുത പദ്ധതിയായ മീൻവല്ലം ഏത് പുഴയിലാണ്? ഏതാണ്? മീൻവല്ലം ഏത് പുഴയിലാണ്? തൂതപ്പുഴ. ഏത് പുഴയാണ്? തൂതപ്പുഴ. അടുത്ത ക്വസ്റ്റ്യൻ: കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ്? കൊച്ചി. എവിടെയാണ്? കൊച്ചി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം ഏതാണ്? നമുക്കൊക്കെ അറിയുന്നതാണ് കയർ വ്യവസായം. ഏതാണ്? കയർ വ്യവസായം. അടുത്ത ക്വസ്റ്റ്യൻ: നെയ്യാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? നെയ്യാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? തിരുവനന്തപുരം. എവിടെയാണ്? തിരുവനന്തപുരം. ഓക്കെ, കേരളത്തിലെ നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണ്. നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണ് ഏതാണ്? എക്കൽ മണ്ണ്. നെൽകൃഷി എക്കൽ മണ്ണ്. ഓക്കെ, നെൽ എക്കൽ അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. നെൽകൃഷിക്ക് എക്കൽ മണ്ണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: കേരളത്തിലെ ചിറാപുഞ്ചി എന്ന് അറിയപ്പെടുന്ന സ്ഥലം. കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം
ഏതാണ്? ലക്കിടി. ലക്കിടി എവിടെയാണ്? വയനാട്. ലക്കിടി വയനാട്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക്. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏതാണ്? ഏറനാട്. ഏതാണ്? ഏറനാട്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം എത്രയാണ്? 560 കിലോമീറ്റർ. എത്രയാണ്? 560 കിലോമീറ്റർ. അപ്പോൾ കേരളത്തിൻ്റെ തെക്ക് വടക്ക് ദൂരം എത്രയാണ്? 560 കിലോമീറ്റർ. എന്താണ്? 560 കിലോമീറ്റർ. അപ്പോൾ കേരളത്തിൻ്റെ കടൽ തീരത്തിൻ്റെ നീളം എത്രയാണ്? കേരളത്തിൻ്റെ കടൽ തീരത്തിൻ്റെ നീളം എത്രയാണ്? 590 കിലോമീറ്റർ. എത്രയാണ്? 590 കിലോമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, സർദാർ പട്ടേൽ ഭവൻ ഏതു സ്ഥാപനത്തിൻ്റെ ആസ്ഥാനമായിരുന്നു? എന്തിൻ്റെ ആയിരുന്നു? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് ആർക്കാണ്? കേന്ദ്ര സർക്കാരിന്. ആർക്കാണ്? കേന്ദ്ര സർക്കാരിന്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും മെമ്പർമാരുടെയും കാലാവധി എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷ ആരായിരുന്നു? ആരാണ്? ജയന്തി പട്നായിക്. ആരാണ്? ജയന്തി പട്നായിക്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രി. ആരാണ്? പ്രധാനമന്ത്രി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? 19-ാം അനുച്ഛേദം. എത്രയാണ്? 19-ാം അനുച്ഛേദം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്താണ്? അയിത്ത നിർമാർജനം. എന്താണ്? അയിത്ത നിർമാർജനം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിൻ്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവി ഏതാണ്? രാഷ്ട്രപതി. ഏതാണ്? രാഷ്ട്രപതി. മൗലികാവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത് എപ്പോഴാണ്? അടിയന്തരാവസ്ഥ കാലത്ത്. എവിടെയാണ്? അടിയന്തരാവസ്ഥ കാലത്ത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്ത് രാഷ്ട്രപതി ആയിരുന്നത് ആരാണ്? ഗ്യാനി സെയിൽ സിംഗ്. ആരാണ്? ഗ്യാനി സെയിൽ സിംഗ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായി സേവനം അനുഷ്ഠിച്ചത് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം 1917. അടുത്ത ക്വസ്റ്റ്യൻ, മഹാത്മാഗാന്ധി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെയാണ്? ആരെയാണ്? ജവഹർലാൽ നെഹ്റു. ആരെയാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പി ആര്? ആരാണ്? ജവഹർലാൽ നെഹ്റു. ആരാണ്? ജവഹർലാൽ നെഹ്റു. അടുത്ത ക്വസ്റ്റ്യൻ, ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെട്ടത് ആരാണ്? രാജാറാം മോഹൻ റോയ്. ആരാണ്? രാജാറാം മോഹൻ റോയ്. ഓക്കെ. രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് എവിടെയാണ്? കൽക്കട്ട. എവിടെയാണ്? കൽക്കട്ട. ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത്? ആരുടെ കാലത്താണ്? വാറൻ ഹേസ്റ്റിങ്സ്. ആരുടെ കാലത്ത്? വാറൻ ഹേസ്റ്റിങ്സ്. 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ആരാണ്? ബഹദൂർ ഷാ രണ്ടാമൻ. ആരാണ്? ബഹദൂർ ഷാ രണ്ടാമൻ. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അൽഫോൺസ ഡി അൽബുക്കർക്ക്. ആരാണ്? അൽഫോൺസ ഡി അൽബുക്കർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, വേഡന്തങ്കൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എവിടെയാണ്? തമിഴ്നാട്. എവിടെയാണ്? തമിഴ്നാട്. അടുത്ത ക്വസ്റ്റ്യൻ, കോർബറ്റ് ദേശീയ പാർക്കിൽ പ്രധാനമായും ഏത് ജീവിയുടെ സംരക്ഷണമാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്? ഏതാണ്? കടുവ.
ഏതാണ്? കടുവ. ഇന്ത്യയിൽ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണ്. ഏതാണ്? എക്കൽ മണ്ണ്. അപ്പോൾ നെൽകൃഷിക്ക് അനുയോജ്യമായത് ഏതാണ്? അതും എക്കൽ മണ്ണാണ്. ഓക്കെ. ഇന്ത്യയിലെ ശൈത്യകാലം ഇന്ത്യയിലെ ശൈത്യകാലം ഏതാണ്? ഡിസംബർ ടു ഫെബ്രുവരി. ഏതാണ്? ഡിസംബർ ടു ഫെബ്രുവരി. അടുത്ത ക്വസ്റ്റ്യൻ, സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? ചിനാബ്. ഏതാണ്? ചിനാബ്. അടുത്ത ക്വസ്റ്റ്യൻ, അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണ്? മഹാനദി. ഏതാണ്? മഹാനദി. അടുത്ത ക്വസ്റ്റ്യൻ, ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിര ഏതാണ്? പൂർവഘട്ടം. ഏതാണ്? പൂർവഘട്ടം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര ഏതാണ്? ആരവല്ലി. ഏതാണ്? ആരവല്ലി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ്? ഏതാണ്? പൂർവ്വരേഖാംശം. എത്ര ഡിഗ്രി? 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വരേഖാംശം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രി. അതേപോലെ തന്നെ അക്ഷാംശീയ വ്യാപ്തിയും 30 ഡിഗ്രിയാണ്. രേഖാംശീയ വ്യാപ്തിയും അക്ഷാംശീയ വ്യാപ്തിയും 30 ഡിഗ്രിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വസ്തുവിനെ മുൻപോട്ടോ പിൻപോട്ടോ ചലിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ശക്തിയാണ് ബലം. എന്താണ്? ഒരു വസ്തുവിനെ മുൻപോട്ടോ പിൻപോട്ടോ ചലിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ശക്തി ഏതാണ്? ബലം. സൗരയൂഥം പിന്നിട്ട ആദ്യ മനുഷ്യനിർമ്മിത പേടകം ഏതാണ്? വോയേജർ 1. ഏതാണ്? വോയേജർ 1. അടുത്ത ക്വസ്റ്റ്യൻ, ഊർജം അളക്കുന്നതിനുള്ള യൂണിറ്റ് ജൂൾ. ഊർജം അളക്കുന്നതിനുള്ള യൂണിറ്റ് ജൂൾ. ജൂൾ എന്താണ്? SI യൂണിറ്റ് ആണ്. CGS യൂണിറ്റ് ഏതാണ്? എർഗ്. CGS യൂണിറ്റ് എർഗ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏതാണ്? പ്ലാസ്മ. ഏതാണ്? പ്ലാസ്മ. പ്ലാസ്മ അവസ്ഥയിൽ തന്മാത്രകൾ എന്താണ്? ക്രമരഹിതമായിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ. ഇത് എത്രാമത്തെ അവസ്ഥയാണ്? ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ. 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണം എന്താണ്? സോപ്പ്. എന്താണ്? സോപ്പ്. എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണമാണ് സോപ്പ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന 2ാമത്തെ മൂലകം ഏതാണ്? ഓക്സിജൻ. ഏതാണ്? ഓക്സിജൻ. 2ാമത്തെ മൂലകം ഏതാണ്? ഓക്സിജൻ. സെഹത് എന്ന ടെലിമെഡിസിൻ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ചതെന്ന്? എപ്പോഴാണ്? 2015 ഓഗസ്റ്റ് 25. 2015 ഓഗസ്റ്റ് 25 സെഹത് എന്ന ടെലിമെഡിസിൻ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ചതെന്ന്? 2015 ഓഗസ്റ്റ് 25. രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയത് ആരാണ്? വില്യം ഹാർവി. ആരാണ്? വില്യം ഹാർവി. അടുത്ത ക്വസ്റ്റ്യൻ, മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ്? സെറിബെല്ലം. ഏതാണ്? സെറിബെല്ലം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്രയാണ്? 32. എത്രയാണ്? 32. അടുത്ത ക്വസ്റ്റ്യൻ, ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയതെന്ന്? എപ്പോഴാണ്? 1859 ജൂലൈ 26. 1859 ജൂലൈ 26. അടുത്ത ക്വസ്റ്റ്യൻ, കുണ്ടറ വിളംബരം നടന്നതെന്ന്? കുണ്ടറ വിളംബരം നടന്നതെന്ന്? 1809 ജനുവരി 11. ആരാണ് കുണ്ടറ വിളംബരം നടത്തിയത്? വേലുത്തമ്പി ദളവ. ആരാണ്? വേലുത്തമ്പി ദളവ. അടുത്ത ക്വസ്റ്റ്യൻ, 1ാം പഴശ്ശി വിപ്ലവത്തിനു ഏറ്റവും പ്രധാന കാരണം ഏതാണ്? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. ഏതാണ്? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപം. ഏതാണ്? ആറ്റിങ്ങൽ കലാപം. അടുത്ത ക്വസ്റ്റ്യൻ, ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ആര്? ആരാണ്? വൈകുണ്ഠസ്വാമി.
വൈകുണ്ഠ സ്വാമി. കണ്ണാടി പ്രതിഷ്ഠ വൈകുണ്ഠ സ്വാമി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 1980 അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ആരാണ്? ഇന്ദിരാഗാന്ധി. ആരാണ്? ഇന്ദിരാഗാന്ധി. അടുത്ത ക്വസ്റ്റ്യൻ. ആഗമാനന്ദ അന്തരിച്ച വർഷം? 1961. 1961. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അക്കാമ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? എഴുതിയത് ആർ പാർവതി ദേവി. ആർ പാർവതി ദേവി. അടുത്ത ക്വസ്റ്റ്യൻ. സമപന്തി ഭോജനം സംഘടിപ്പിച്ചതാര്? സമപന്തി ഭോജനം സംഘടിപ്പിച്ചതാര്? ആരാണ്? വൈകുണ്ഠ സ്വാമി. ആരാണ്? വൈകുണ്ഠ സ്വാമി. അടുത്ത ക്വസ്റ്റ്യൻ. അയ്യങ്കാളി ജനിച്ച ദിവസം? അയ്യങ്കാളി ജനിച്ച ദിവസം എപ്പോഴാണ്? 1863 ഓഗസ്റ്റ് 28. 1863 ഓഗസ്റ്റ് 28. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 85 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? കൊച്ചി 20 പോയിന്റ്. കൊച്ചി 20 പോയിന്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? മണിയാർ. ഏതാണ്? മണിയാർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി? ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി എത്രയാണ്? 780 മെഗാവാട്ട്. എത്രയാണ്? 780 മെഗാവാട്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം? ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം. ഏതാണ്? കേരളം. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ഡറാസ് മെയിൻ ആലപ്പുഴയിൽ സ്ഥാപിതമായത് ഏതു വർഷത്തിൽ? എപ്പോഴാണ്? AD 1859. AD 1859. അടുത്ത ക്വസ്റ്റ്യൻ. പക്ഷിപ്പാതാളം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് ജില്ലയിലാണ്? വയനാട്. ഏത് ജില്ലയാണ്? വയനാട്. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് എപ്പോൾ? എപ്പോഴാണ്? ഡിസംബർ ടു ഫെബ്രുവരി. ഡിസംബർ ടു ഫെബ്രുവരി. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? ചിന്നാർ. ഏതാണ്? ചിന്നാർ. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ ഏതാണ്? കണ്ണൂർ. ഏതാണ്? കണ്ണൂർ. കേരളത്തിൻ്റെ വിസ്തീർണം എത്രയാണ്? 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. എത്രയാണ്? 38,863. അടുത്ത ക്വസ്റ്റ്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരാണ്? സെക്രട്ടറി ജനറൽ. ആരാണ്? സെക്രട്ടറി ജനറൽ. സ്വത്തവകാശം ഇപ്പോൾ എന്ത് അവകാശമാണ്? നിയമാവകാശം. സ്വത്തവകാശം ഇപ്പോൾ എന്ത് അവകാശമാണ്? നിയമാവകാശം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പ്രതിപാദിച്ചിരിക്കുന്നത്? പാർട്ട് 3. ഇവിടെയാണ് പാർട്ട് 3. അടുത്ത ക്വസ്റ്റ്യൻ. ഉപരാഷ്ട്രപതി ആയതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ പ്രഥമ പൗരനായ മലയാളി? ഇന്ത്യയുടെ പ്രഥമ പൗരനായ മലയാളി ആരാണ്? KR നാരായണൻ. ആരാണ്? KR നാരായണൻ. നീൽ ദർപ്പൺ രചിച്ചതാര്? നീൽ ദർപ്പൺ രചിച്ചതാര്? ദീനബന്ധു മിത്ര. ആരാണ്? ദീനബന്ധു മിത്ര. അടുത്ത ക്വസ്റ്റ്യൻ. അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു. ആരാണ്? ജവഹർലാൽ നെഹ്റു. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചതാര്? ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചതാര്? ആരാണ്? ജവഹർലാൽ നെഹ്റു. ആരാണ്? ജവഹർലാൽ നെഹ്റു. അടുത്ത ക്വസ്റ്റ്യൻ. വേദങ്ങളുടെയും പ്രധാനപ്പെട്ട 5 ഉപനിഷത്തുകളുടെയും പരിഭാഷ ബംഗാളിയിൽ പ്രസിദ്ധീകരിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? രാജാറാം മോഹൻ റോയ്. ആരാണ്? രാജാറാം മോഹൻ റോയ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്?
രാജാറാം മോഹൻ റോയ്. ആരാണ്? രാജാറാം മോഹൻ റോയ്. അടുത്ത ക്വസ്റ്റ്യൻ, കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ. കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ്. ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, 1857 കലാപം അറിയപ്പെടുന്നത്. 1857 കലാപം അറിയപ്പെടുന്നത് എന്താണ്? ശിപ്പായി ലഹള. എന്താണ്? ശിപ്പായി ലഹള. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. ഏതാണ്? മധ്യപ്രദേശ്. അടുത്ത ക്വസ്റ്റ്യൻ, ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിനമേത്? ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിനമേത്? ഏതാണ്? എക്കൽ മണ്ണ്. ഏതാണ്? എക്കൽ മണ്ണ്. അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശീയർ ആര്? അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശീയർ ആര്? ആരാണ്? പോർച്ചുഗീസുകാർ. ആരാണ്? പോർച്ചുഗീസുകാർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഉഷ്ണകാലമേത്? ഇന്ത്യയിലെ ഉഷ്ണകാലമേത്? ഏതാണ്? മാർച്ച് ടു മെയ്. മാർച്ച് ടു മെയ്. അടുത്ത ക്വസ്റ്റ്യൻ, ജഹാംഗീറിൻ്റെയും നൂർജഹാൻ്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? രവി. ഏതാണ്? രവി. ജഹാംഗീറിൻ്റെയും നൂർജഹാൻ്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? രവി. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന നിശ്ചിത പ്രദേശം എന്തറിയപ്പെടുന്നു? വൃഷ്ടിപ്രദേശം. എന്താണ്? വൃഷ്ടിപ്രദേശം. ഓക്കെ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, അതേപോലെ നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.